ഏതുമാകട്ടെ ഇനി അരച്ച മുടിയെ കറുപ്പിക്കാൻ വേണ്ടി ഇങ്ങനൊന്ന് ചെയ്തു നോക്കൂ. ഈ നമ്മുടെ വീട്ടിൽ വലിച്ചെറിഞ്ഞ് കളയുന്ന ഈ ഒരു സാധനം മാത്രം മതി നമ്മുടെ നരച്ച മുടിയെ കട്ടക്കറുപ്പാക്കാൻ. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. വളരെ അടിപൊളി ഒരു ടിപ്പാണ്. ഇപ്പോൾ കണ്ടില്ലേ, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെയാണ് ഇപ്പോൾ മുടി നരച്ച് വരുന്നത്. അപ്പോൾ നമ്മൾ കെമിക്കലൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ വീട്ടിൽ നാച്ചുറലായിട്ട് നമുക്ക് മുടിയുടെ നല്ലപോലെ മാറ്റാനും അതുപോലെ തന്നെ മുടി നല്ല ആർത്ത് കിളുക്കാനും നല്ല ഷൈനിങ് ആയിട്ട് തിളങ്ങാനും ഒക്കെ സഹായിക്കുന്ന അടിപൊളി ഒരു ടിപ്പാണ്. ഇപ്പം ഇത്ര നരച്ച മുടിയാണെങ്കിലും നിങ്ങളൊരു 5 മിനിറ്റ് തലയിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് കുളിക്കുന്നതിന് മുമ്പ് തലയിലേക്ക് തേച്ച് കഴുകിക്കളഞ്ഞാൽ മതി. സാധാരണ പച്ചവെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മതി. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. ഹലോ ഫ്രണ്ട്സ്, നെഹാ ടിപ്സ് ആൻഡ് ട്രിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഇരുമ്പ് ചട്ടിയാണ് കേട്ടോ. നമ്മൾ ഈ ഒരു ടിപ്പിനായിട്ട് ഇരുമ്പ് ചട്ടി തന്നെ എടുക്കുക. ഇല്ലാത്തവർ സ്റ്റീൽ പാത്രം എടുത്താലും മതി. ഇരുമ്പ് ചട്ടിയാണ് ഏറ്റവും നല്ലത്. ഇരുമ്പ് ചട്ടിയിലേക്ക് നമ്മളിത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും മുടിക്ക് നല്ലൊരു കളർ ഇരുണ്ട ഷെയ്ഡ് നമ്മുടെ നരച്ച മുടിക്ക് വരാൻ സഹായിക്കുന്നതാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ നല്ല പുളിച്ച കഞ്ഞിവെള്ളം 1/2 ഗ്ലാസ് കഞ്ഞിവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന 1 ടീസ്പൂൺ അളവിൽ നമ്മുടെ നെല്ലിക്കാപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഈ നീലാമ്പരിയൊക്കെ അലർജി ഉള്ളവർക്കൊക്കെ ഇത് വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇത് രണ്ടും മാത്രമാണ് ഞാൻ ഇതിൻ്റെ അകത്തൊക്കെ ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു തുള്ളി ഗ്ലിസറിനും കൂടെ ഒഴിച്ച് കൊടുക്കാം. മുടിക്ക് നല്ലൊരു തലയൊട്ടിക്കൊക്കെ നല്ലൊരു ഈർപ്പം നിലനിൽക്കാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ കഞ്ഞിവെള്ളം മുടി നല്ല സിൽക്കി ആയിട്ട് കിടക്കാൻ സഹായിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ മുടീനെ നല്ല ഷൈനിങ് ആയിട്ട്, അതായത് നമ്മൾ പിന്നെ ഈ ഷാമ്പൂ അങ്ങനെയൊക്കെ നമ്മുടെ മുടിയിലേക്ക് ഉപയോഗിക്കുന്നത് വരെ നമ്മുടെ കഞ്ഞിവെള്ളം കൊണ്ടൊക്കെ മുടിയൊക്കെ കഴുകുവാണെങ്കിലും ഒക്കെ വളരെ നല്ലതാണ്. നമ്മുടെ ഫേസിനൊക്കെ നല്ലതാണ് കഞ്ഞിവെള്ളം. അത് ഇച്ചിരി പുളിച്ച കഞ്ഞിവെള്ളമാണെങ്കിൽ അടിപൊളിയാണ് മുടിക്ക് കേട്ടോ. അപ്പോൾ ഞാനിത് മൂന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു രാത്രി ഫുള്ള് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെയാണ് തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കുളിക്കുന്നതിന് മുമ്പ് തലയിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ഒന്നിങ്ങനെ ചെയ്ത് വീട്ടമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അലർജി ഇല്ല, മുടി കൊഴിയത്തുമില്ല. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ നരച്ച മുടിനെ ഒരു ഇതിൻ്റെ ഷെയ്ഡിലേക്ക് വരുന്നത് കാണാൻ പറ്റും കേട്ടോ. പിറ്റേ ദിവസം രാവിലെ കണ്ടില്ലേ നമ്മുടെ ആ ഒരു ഇതിൻ്റെ കഞ്ഞിവെള്ളവും ആ ഒരു മിക്സിൻ്റെ ഒരു കളർ കണ്ടോ, എനിക്ക് നല്ല കറുത്തിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഈ ഒരു ഇതാണ് നിങ്ങളുടെ കയ്യിലൊരു കോട്ടൻ്റെ പഞ്ഞിയോ തുണിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് സ്കാൽപ്പിലും മുടിയിലും എല്ലാം തേച്ച് പിടിപ്പിക്കുക. അല്ലെങ്കിൽ കയ്യിൽ കുറച്ചെടുത്തിട്ട് നല്ല രീതിയിൽ ഒരു ചെറിയ രീതി, ഒരുപാട് ശക്തിയില്ലാത്ത രീതിയിൽ നിങ്ങൾ മസാജ് ചെയ്ത് കൊടുത്ത് ഇത് നമ്മുടെ തലമുടിയിൽ നല്ലപോലെ ഫുള്ളും മുടിയെല്ലാം എന്തോരം മുടിയുണ്ട് ആ മുടി ഫുള്ളും ഒന്ന് നല്ലപോലെ തേച്ചിട്ട് ഒന്ന് കെട്ടിവെക്കുക. അതിനുശേഷം നിങ്ങൾ കുളിക്കുമ്പോൾ നിങ്ങൾ കഴുകിക്കളഞ്ഞാൽ മതി. അപ്പോൾ സാധാരണ പച്ചവെള്ളത്തിൽ ഇതിന് ഷാമ്പൂ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല, താളിയൊന്നും ഇടണ്ട. ചുമ്മാ വെറും പച്ചവെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മതി കേട്ടോ. പിന്നെ എൻ്റെ തലയിലേക്കാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കുട്ടിയുടെ തലയിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. ആഴ്ചയിൽ 2 പ്രാവശ്യം അല്ലെങ്കിൽ ആഴ്ചയിൽ 3 നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും. അടിപൊളി റിസൾട്ടാണ്. നിങ്ങൾക്ക് സമയമുള്ളതുപോലെ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടും നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ, എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുവരേക്കും ബൈ.